സ്റ്റുഡൻസ്, സെക്കൻഡ് മൊഡ്യൂളിൽ ഇൻസ്ട്രക്ഷൻ സെറ്റ് ഓഫ് 8086 ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷനാണ് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ അരിത്തമാറ്റിക് ഇൻസ്ട്രക്ഷൻ ആയിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അരിത്തമാറ്റിക് ഇൻസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അതിൽ ഫസ്റ്റ് വൺ ഫ്ലാഗ് കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് സെക്കൻഡ് വൺ അഡീഷൻ ഇൻസ്ട്രക്ഷൻ. ഇതിൽ 3 ഇൻസ്ട്രക്ഷനാണ്. അഡീഷൻ വിത്ത് ക്യാരി, ഇൻക്രിമെൻറ്റ്. ഈ 3 ഇൻസ്ട്രക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തു. ദെൻ നെക്സ്റ്റ് അരിത്തമാറ്റിക് ഇൻസ്ട്രക്ഷനിൽ മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സബ്ട്രാക്ഷൻ ഇൻസ്ട്രക്ഷനാണ്. അതിലും 3 ഇൻസ്ട്രക്ഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. സബ്ട്രാക്ട് വിത്ത് ബോറോ, ഡിക്രിമെൻറ്റ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സബ്ട്രാക്റ്റ് ആണ്. സബ് എന്ന പേരിലാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിൽ നടക്കുന്നത് സബ്ട്രാക്ട് ദ വാല്യൂ ഓഫ് സോഴ്സ് ഓപ്പറൻറ്റ് ഫ്രം ദ ഡെസ്റ്റിനേഷൻ ഓപ്പറൻറ്റ് ആൻഡ് ദ റിസൾട്ട് വിൽ ബി ലോഡഡ് ഇൻ ടു ദ ഡെസ്റ്റിനേഷൻ. അതായത് ഡെസ്റ്റിനേഷൻ ഓപ്പറൻറ്റിൽ നിന്ന് സോഴ്സ് ഓപ്പറൻറ്റിൻ്റെ വാല്യൂ സബ്ട്രാക്ട് ചെയ്തിട്ട് ആ റിസൾട്ടിനെ ഡെസ്റ്റിനേഷനിലേക്ക് ലോഡ് ചെയ്യുന്നു. അങ്ങനെയാണ് സബ്ട്രാക്റ്റിൽ നടക്കുന്നത്. അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് സബ്, ഡെസ്റ്റിനേഷൻ, സോഴ്സ്. ഇങ്ങനെയാണ് ആ ഒരു ഇൻസ്ട്രക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഇനി ഇതിൽ സോഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് രണ്ടും ഒന്നെങ്കിൽ രജിസ്റ്റർ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു മെമ്മറി ലൊക്കേഷൻ ആയിരിക്കാം. എക്സാമ്പിൾസ് ഓഫ് സബ്ട്രാക്ട് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നതാണ് കൊടുത്തിരിക്കുന്നത്. സബ് AX, BX. അതായത് BX രജിസ്റ്ററിലെ വാല്യൂ അതായത് BX രജിസ്റ്ററിലെ അതായത് നമ്മുടെ ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ അതിൽ നിന്ന് നമ്മുടെ AX എന്ന് പറയുന്ന സോഴ്സ് ഓപ്പറൻറ്റിൻ്റെ വാല്യൂ സബ്ട്രാക്ട് ചെയ്തിട്ട് റിസൾട്ടിനെ BXലേക്ക് സേവ് ചെയ്യുന്നു. അങ്ങനെയാണ് സബ് AX, BXൽ നടക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സബ് BX, 2345H. അതായത് 2345 എന്ന് പറയുന്ന ഹെക്സാഡെസിമൽ വാല്യൂ BX രജിസ്റ്ററിലെ വാല്യൂന്ന് മൈനസ് ചെയ്തിട്ട് ആ വാല്യൂവിനെ അതായത് നമുക്ക് കിട്ടുന്ന റിസൾട്ടിനെ BXലേക്ക് സേവ് ചെയ്ത് വെക്കും അല്ലെങ്കിൽ ലോഡ് ചെയ്ത് വെക്കുന്നു. BX ആണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. സോ BXലേക്ക് നമ്മൾ ലോഡ് ചെയ്ത് വെക്കുന്നു. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് സബ് AL, BX എന്ന് പറയുന്നത് BX എന്ന് പറയുന്ന രജിസ്റ്ററിൽ ഒരു അഡ്രസ്സ് ആയിരിക്കും ഉണ്ടാവുക. അതായത് സ്ക്വയർ ബ്രാക്കറ്റിലാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ആ ലൊക്കേഷനിൽ നിന്നുള്ള വാല്യൂ എടുത്തിട്ട് ആ വാല്യൂ ആണ് AL എന്ന് മൈനസ് ചെയ്യുന്നത്. എന്നിട്ട് കിട്ടുന്ന റിസൾട്ടിന് നമ്മൾ AL ആണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. സോ ALലേക്ക് ലോഡ് ചെയ്യുന്നു. അങ്ങനെയാണ് മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇതിൽ നടക്കുന്നത് ഡെസ്റ്റിനേഷൻ രജിസ്റ്ററിലെ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ ഓപ്പറൻറ്റിലെ വാല്യൂവിൽ നിന്ന് സോഴ്സ് ഓപ്പറൻറ്റിൻ്റെ വാല്യൂ മൈനസ് ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ടിനെ ഡെസ്റ്റിനേഷനിലേക്ക് ലോഡ് ചെയ്യുന്നു. അങ്ങനെയാണ് നടക്കുന്നത്. അതായത് ഡെസ്റ്റിനേഷനിൽ നിന്ന് സോഴ്സ് ഓപ്പറൻറ്റിൻ്റെ വാല്യൂ മൈനസ് ചെയ്യുന്നു, കിട്ടുന്ന റിസൾട്ടിനെ ഡെസ്റ്റിനേഷനിലേക്ക് സേവ് ചെയ്യുന്നു. നെക്സ്റ്റ് സബ്ട്രാക്ട് വിത്ത് ക്യാരി, SBB എന്നാണ് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സബ്ട്രാക്ട് ദ വാല്യൂ ഓഫ് സോഴ്സ് ഓപ്പറൻറ്റ് ആൻഡ് ദ വാല്യൂ ഓഫ് ക്യാരി ഫ്ലാഗ് ഫ്രം ദ ഡെസ്റ്റിനേഷൻ ഓപ്പറൻറ്റ്. ഇതിൽ നടക്കുന്നത് എന്താ? സോഴ്സ് ഓപ്പറൻറ്റിൻ്റെ വാല്യൂ, ക്യാരി ഫ്ലാഗിൻ്റെ വാല്യൂ ഡെസ്റ്റിനേഷൻ ഓപ്പറൻറ്റിൽ നിന്ന് മൈനസ് ചെയ്യുന്നു. എന്നിട്ട് ആ റിസൾട്ടിനെ ഡെസ്റ്റിനേഷനിലേക്ക് സേവ് ചെയ്യുന്നു. നേരത്തെ നമ്മൾ ഡെസ്റ്റിനേഷനിൽ നിന്ന് സോഴ്സ് ഓപ്പറൻറ്റിനെ മൈനസ് ചെയ്തിട്ട് ഇത് കിട്ടുന്ന റിസൾട്ടിനെ ഡെസ്റ്റിനേഷനിലേക്ക് സേവ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ക്യാരി ഫ്ലാഗിൻ്റെ റിസൾട്ടും കൂടി നോക്കണം. ക്യാരി ഫ്ലാഗിൻ്റെ റിസൾട്ടും സോഴ്സ് ഓപ്പറൻറ്റിൻ്റെ വാല്യൂവും ഡെസ്റ്റിനേഷൻ ഓപ്പറൻറ്റിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ടിനെയാണ് നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് സേവ് ചെയ്യുന്നത്. അതായത്
ഡെസ്റ്റിനേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷന് സോഴ്സ് ഓപ്പറൻറ്റും ക്യാരി ഫ്ലാഗിൻ്റെ വാല്യൂവും കൂടി മൈനസ് ചെയ്തിട്ടുള്ളതാണ് ഡെസ്റ്റിനേഷനിൽ ഉണ്ടാവുക. ഇതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് SBB ഡെസ്റ്റിനേഷൻ സോഴ്സ് എന്ന് പറയുന്നതാണ്. സോഴ്സും ഡെസ്റ്റിനേഷനും രജിസ്റ്റർ ആവാം, മെമ്മറി ലൊക്കേഷൻ ആവാം. എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് SBB AL, 05H. AL എന്ന് പറയുന്ന ഡെസ്റ്റിനേഷന് 05H എന്നുള്ള ഹെക്സാഡെസിമൽ വാല്യൂവിനെ മൈനസ് ചെയ്തിട്ട് ഇനി ക്യാരി ഫ്ലാഗ് കൂടി നോക്കുന്നു. ആ ക്യാരി ഫ്ലാഗിൻ്റെ വാല്യൂ മൈനസ് ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ടിനെ AL രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യുന്നു അല്ലെങ്കിൽ ലോഡ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഫസ്റ്റത്തെ ഇൻസ്ട്രക്ഷൻ നടക്കുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നതും 2345H എന്ന് പറയുന്ന ഹെക്സാഡെസിമൽ വാല്യൂവിനെ BX രജിസ്റ്ററിലെ വാല്യൂ ആയിട്ട് മൈനസ് ചെയ്യും. കൂടാതെ ക്യാരി ഫ്ലാഗിൻ്റെ വാല്യൂവും കൂടി മൈനസ് ചെയ്യും. കിട്ടുന്ന റിസൾട്ടിനെ BX രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യുന്നു എങ്കിൽ BX രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്ത് വെക്കുന്നു. അതായത് ക്യാരിയും കൂടി നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് ഇവിടെ സബ്ട്രാക്ട് നടക്കുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് ഡിക്രിമെൻ്റ് ആണ്. ഡിക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇൻക്രിമെൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇൻക്രിമെൻറ്റിൽ നമ്മൾ ചെയ്തത് എന്താ, +1 അതിനെ നമുക്ക് കിട്ടുന്ന വാല്യൂയോട് കൂടി +1 ഇൻക്രിമെൻറ്റ് ചെയ്തു അല്ലെങ്കിൽ ആഡ് ചെയ്തു. ഇവിടെ നമ്മൾ ഇവിടെ നമ്മൾ 1 എന്ന് പറയുന്നതിനെ ഡിക്രിമെൻ്റ് അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുന്നു. ഡിക്രീസ് ദ വാല്യൂ ഓഫ് എ സ്പെസിഫൈഡ് രജിസ്റ്റർ ഓർ എ മെമ്മറി ലൊക്കേഷൻ ബൈ 1. ഒന്നെങ്കിൽ ഒരു മെമ്മറി ലൊക്കേഷൻ്റെ വാല്യൂവിനെ -1 ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു രജിസ്റ്ററിൻ്റെ വാല്യൂന്ന് -1 ചെയ്യുന്നു. അതാണ് ഡിക്രിമെൻറ്റ്. ഡിക്രിമെൻറ്റിൽ 1 മൈനസ് ചെയ്യുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിക്രിമെൻ്റ് സിൻടാക്സ് എന്ന് പറയുന്നത് DEC ഓപ്പറൻറ്റ് അതാണ് ഇവിടെ ഉണ്ടാവുക. ഈ ഓപ്പറൻറ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 8 ബിറ്റ് അല്ലെങ്കിൽ 16 ബിറ്റ് രജിസ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ 8 ബിറ്റ് അല്ലെങ്കിൽ 16 ബിറ്റ് മെമ്മറി ആയിരിക്കാം. ഡിക്രിമെൻറ്റിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് AF എന്ന് പറഞ്ഞാൽ ഓക്സിലറി ഫ്ലാഗ്, OF അതായത് ഓവർഫ്ലോ ഫ്ലാഗ്, PF പാരിറ്റി ഫ്ലാഗ്, SF സൈൻ ഫ്ലാഗ്, ZF സീറോ ഫ്ലാഗ്. ഈ ഫ്ലാഗിനെ ഒക്കെ എഫക്റ്റ് ചെയ്യും ഡിക്രിമെൻ്റ് ഓപ്പറൻറ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻ്റ് എന്ന് പറയുന്ന ഈ ഒരു ഇൻസ്ട്രക്ഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ. ക്യാരി ഫ്ലാഗിനെ ഇത് എഫക്റ്റ് ചെയ്യില്ല, മറിച്ച് AF, OF, PF, SF, ZF ഇത്രയും ഫ്ലാഗിനെ ഇതിൻ്റെ റിസൾട്ട് എഫക്റ്റ് ചെയ്യും. എക്സാമ്പിൾസ് നോക്കാം. ഡിക്രിമെൻ്റ് AL അതായത് ALലെ വാല്യൂന്ന് -1 കിട്ടുന്ന റിസൾട്ടിനെ ALലേക്ക് തന്നെ ലോഡ് ചെയ്യുന്നു. നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡിക്രിമെൻ്റ് BX അതായത് BXലെ വാല്യൂന്ന് -1 ചെയ്യുന്നു, കിട്ടുന്ന റിസൾട്ടിനെ BXലേക്ക് തന്നെ സേവ് ചെയ്ത് വയ്ക്കുന്നു. ഇങ്ങനെയാണ് ഡിക്രിമെൻ്റ് ഓപ്പറേഷന് പെർഫോം ചെയ്യുന്നത്. ഇനി അരിത്തമാറ്റിക് ഇൻസ്ട്രക്ഷനിലെ 4ാമത്തെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് കമ്പയർ ഇൻസ്ട്രക്ഷനാണ്. കമ്പയർ എന്ന് പറയുന്നത് CMP എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എന്താണ് നമ്മൾ കമ്പയർ നോർമലി യൂസ് ചെയ്യുന്നത്, 2 എണ്ണത്തിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഒരു സ്പെസിഫൈഡ് ബൈറ്റ്സ് അല്ലെങ്കിൽ വേർഡ്സിനെ 2 സ്പെസിഫൈഡ് ബൈറ്റ്സ് അല്ലെങ്കിൽ വേർഡ്സിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇവിടെ സോഴ്സും ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നതും കോൺസ്റ്റൻ്റ് ആവാം, ഒരു രജിസ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷൻ ആയിരിക്കാം. സോഴ്സും ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കമ്പയർ ചെയ്യുന്നത് നമുക്ക് കോൺസ്റ്റൻറ്റുകളെ തമ്മിൽ കമ്പയർ ചെയ്യാം, 2 രജിസ്റ്റർ വാല്യൂകളെ നമ്മൾ കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷനിലെ വാല്യൂകളെ തമ്മിൽ കമ്പയർ ചെയ്യാം. ഇനി നമുക്ക് പറ്റാത്തതെന്ന് പറയുന്നത് മെമ്മറി അതായത് നമ്മുടെ അതായത് സോഴ്സും ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നതും സെയിം ടൈമിൽ മെമ്മറി ലൊക്കേഷൻ ആവാൻ പാടില്ല. ഒന്നെങ്കിൽ നമുക്ക് സോഴ്സ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റും
ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒരു രജിസ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ സോഴ്സും ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് രജിസ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ സോഴ്സും ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കാം, സോഴ്സും ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് രജിസ്റ്ററോ മെമ്മറി ലൊക്കേഷനോ ആയിരിക്കാം. പക്ഷേ അറ്റ് എ ടൈം സോഴ്സും ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മെമ്മറി ലൊക്കേഷൻ ആവാൻ പാടില്ല. ഇനി ഈ കമ്പാരിസൺ എന്ന് പറയുന്നത് സോഴ്സും ഡെസ്റ്റിനേഷനും ഇൻറ്റേർണലി സബ്ട്രാക്റ്റിംഗ് ചെയ്തിട്ടാണ് നമ്മൾ കമ്പാരിസൺ ചെയ്യുന്നത്. സോഴ്സിൻ്റെയും ഡെസ്റ്റിനേഷൻ്റെയും വാല്യൂ എന്ന് പറയുന്നത് ഇതിൽ ചേഞ്ച് ചെയ്യില്ല. പക്ഷേ നമുക്ക് ഫ്ലാഗിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. റിസൾട്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലാഗാണ് നോക്കുക. അപ്പോൾ ഫ്ലാഗിനെ മോഡിഫൈ ചെയ്യും, പക്ഷേ ഡെസ്റ്റിനേഷനിലെയും സോഴ്സിലെയും നമ്മുടെ വാല്യൂവിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. കമ്പയറിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് CMP ഡെസ്റ്റിനേഷൻ സോഴ്സ് ആണ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് CMP AX, BX, അതായത് AX രജിസ്റ്ററിലെയും BX രജിസ്റ്ററിലെയും വാല്യൂവിനെ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഫ്ലാഗ് നോക്കിയിട്ടാണ് നമ്മൾ കമ്പാരിസൻ്റെ റിസൾട്ട് മനസ്സിലാക്കുന്നത്. അരിത്തമാറ്റിക് ഇൻസ്ട്രക്ഷനിലെ 5th ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഇൻസ്ട്രക്ഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഇൻസ്ട്രക്ഷനിൽ 2 ഇൻസ്ട്രക്ഷനാണ് പറയുന്നത്. ഇൻറ്റിജർ മൾട്ടിപ്ലിക്കേഷൻ. ഫസ്റ്റ് വന്ന് പറയുന്നത് മൾട്ടിപ്ലൈസ് an unsigned byte or word by another unsigned byte or word. ഇവിടെ നടക്കുന്നത് അൺസൈൻഡ് ബൈറ്റ് അല്ലെങ്കിൽ വേർഡ് വേറൊരു അൺസൈൻഡ് ബൈറ്റ് അല്ലെങ്കിൽ വേർഡും ആയിട്ടാണ് മൾട്ടിപ്ലൈ എന്ന് പറയുന്ന അതായത് എന്ന് പറയുന്ന റെപ്രസെൻറ്റേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അൺസൈൻഡ് ആയിട്ടുള്ള വാല്യൂസിനാണ്. Multiplies the content of AL or AX by a specified source operand. ഒരു സ്പെസിഫൈഡ് സോഴ്സ് ഓപ്പറൻഡ് വെച്ചിട്ട് ALലെയോ AXലെയോ കണ്ടൻറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ബൈറ്റ് ബൈ ബൈറ്റ് ആയിരിക്കാം, വേർഡ് ബൈ വേർഡ് ആയിരിക്കാം, വേർഡ് ബൈ ബൈറ്റ് ആയിരിക്കാം. ഇങ്ങനെയൊക്കെ ഈ ഒരു ഓപ്പറേഷൻ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് മൾ സോഴ്സ് എന്നാണ് ഇതിൻ്റെ സിൻടാക്സ്. ഈ ഓപ്പറൻഡ് എന്ന് പറയുന്നത് സോഴ്സ് ഓപ്പറൻഡ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓപ്പറൻഡ് എന്ന് പറയുന്നത് 8 ബിറ്റ് രജിസ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ 16 ബിറ്റ് രജിസ്റ്റർ ആയിരിക്കാം. അപ്പോൾ ഇതിൻ്റെ സിൻടാക്സ് അല്ലെങ്കിൽ എക്സാമ്പിൾ നമുക്ക് നോക്കാം. മൾ സോഴ്സ് ആണ് അതിൻ്റെ സിൻടാക്സ്. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് AX, AL into 8 ബിറ്റ് രജിസ്റ്റർ. അതായത് ALലെ വാല്യൂവിനെ ഒരു 8 ബിറ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ള സോഴ്സ് ഓപ്പറൻഡ് എങ്കിൽ സോഴ്സ് ഓപ്പറൻഡ് ഏതാണോ അതിലെ വാല്യൂ ആയിട്ട് AL രജിസ്റ്ററിലെ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ടിനെ AXലേക്ക് സേവ് ചെയ്ത് വെക്കുന്നു. 8 ബിറ്റിന് പകരം നമുക്ക് അതൊരു 16 ബിറ്റോ ആവാം. അപ്പം 8 ബിറ്റ് അല്ലെങ്കിൽ 16 ബിറ്റ് രജിസ്റ്ററിലെ വാല്യൂ AL രജിസ്റ്റർ വാല്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ടിനെ AXലേക്ക് സേവ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ മൾ BH എന്ന് പറയുന്നത് നമ്മുടെ സോഴ്സ് ആയിരിക്കും. ആ സോഴ്സ് രജിസ്റ്ററിലെ വാല്യൂവിനെ 8 ബിറ്റ് വാല്യൂവിനെ ALലെ വാല്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, കിട്ടുന്ന റിസൾട്ടിനെ AXൽ സേവ് ചെയ്യുന്നു. ഇങ്ങനെയാണ് മൾട്ടിപ്ലൈ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനിൽ നടക്കുന്നത്. നെക്സ്റ്റ് ഇൻറ്റിജർ മൾട്ടിപ്ലിക്കേഷൻ സൈൻഡ് മൾട്ടിപ്ലിക്കേഷനാണ്. അതായത് നമ്മുടെ ഓപ്പറൻഡ് എന്ന് പറയുന്നത് 8 അല്ലെങ്കിൽ 16 ബിറ്റ് രജിസ്റ്റർ ആയിരിക്കാം. സൈൻഡ് ബൈറ്റ് ഓർ വേർഡ് ബൈ അനദർ സൈൻഡ് ബൈറ്റ് ഓർ വേർഡ് ആയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് IMUL സോഴ്സ്. ഇങ്ങനെയാണ് നടക്കുന്നത്. സോഴ്സ് എന്ന് പറയുന്നത് രജിസ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷൻ ആയിരിക്കാം.
നെക്സ്റ്റ് അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷനിലെ 6th ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഡിവിഷൻ ഇൻസ്ട്രക്ഷനാണ്. ഇതിലും 3 ഇൻസ്ട്രക്ഷനാണ്. ഡിവിഷൻ ഇൻറ്റിജർ ഡിവിഷൻ, നെഗേഷൻ. ഡിവിഷൻ നമ്മൾ div എന്നുള്ള റെപ്രസെൻറ്റേഷനിലാണ് പറയുന്നത്. ഇതിൽ നമ്മൾ മൾട്ടിപ്ലൈയിൽ പറഞ്ഞ പോലെ അൺസൈൻഡ് ഡിവിഷൻ ഇൻസ്ട്രക്ഷനാണ് നടക്കുന്നത്. ഇറ്റ് ഡിവൈഡ് വേർഡ് ബൈ ബൈറ്റ് ഓർ ഡബിൾ വേർഡ് ബൈ ബൈറ്റ്. ഒന്നെങ്കിൽ വേർഡിനെ ബൈറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഡബിൾ വേർഡിനെ വേർഡ് കൊണ്ട്, അങ്ങനെയാണ് ഡിവൈഡ് നടക്കുന്നത്. ഓപ്പറൻ്റ് എന്ന് പറയുന്നത് AXൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഡിവൈസർ സോഴ്സിൽ ഉണ്ടായിരിക്കും. ഇതിൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നത് AH, റിമൈൻഡർ, AL, കോഷ്യൻ്റ്. ഇങ്ങനെ, അതായത് നമുക്ക് കിട്ടുന്ന റിമൈൻഡറിനെ AH രജിസ്റ്ററിലും കോഷ്യൻറ്റിനെ AL രജിസ്റ്ററിലുമാണ് സേവ് ചെയ്യുന്നുണ്ടാവുക. ഇതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് div സോഴ്സ്. ഇങ്ങനെയാണ് ഇതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. AX is equal to AX by 8 bit or 16 bit. ഓക്കെ, അപ്പം AXലെ കണ്ടൻറ്റിനെ നമ്മുടെ ഓപ്പറൻറ്റ് സേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്നത് AX രജിസ്റ്ററിലാണ്. AXലെ കണ്ടൻറ്റിനെ 8 ബിറ്റ് അല്ലെങ്കിൽ 16 ബിറ്റ് രജിസ്റ്ററിലെ വാല്യൂ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടിനെ ALൽ അതിൻ്റെ കോഷ്യൻറ്റും AHൽ അതിൻ്റെ റിമൈൻഡറും സേവ് ചെയ്ത് വെക്കുന്നു അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇങ്ങനെയാണ് ഡിവിഷൻ പെർഫോം ചെയ്യുന്നത്. ഇനി ഇൻറ്റിജർ ഡിവിഷൻ ആണെന്നുണ്ടെങ്കിൽ സൈൻഡ് പെർഫോമൻസ് ആണ് നടത്തുന്നത്. സൈൻഡ് ഡിവിഷൻ, സൈൻഡ് ബൈറ്റ് അല്ലെങ്കിൽ വേർഡിനെ അനദർ സൈൻഡ് ബൈറ്റ് അല്ലെങ്കിൽ വേർഡുമായിട്ടാണ് ഡിവൈഡ് ചെയ്യുക. അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് IDIV സോഴ്സ്. ഇങ്ങനെയാണ് ഇൻറ്റിജർ ഡിവിഷനിൽ നടക്കുന്നത്. ലാസ്റ്റ് നെഗേഷൻ ആണ്. നെഗേഷൻ എന്ന് പറയുന്നത് ദിസ് ഇൻസ്ട്രക്ഷൻ റീപ്ലേസ് ദ നമ്പർ ഇൻ എ ഡെസ്റ്റിനേഷൻ വിത്ത് 2's കോംപ്ലിമെൻറ്റ് ഓഫ് ദാറ്റ് നമ്പർ. ഒരു നമ്പറിൻ്റെ 2's കോംപ്ലിമെൻറ്റ് കണ്ടിട്ട് കിട്ടുന്ന റിസൾട്ടിനെ ഒറിജിനൽ റിസൾട്ടുമായിട്ട് റീപ്ലേസ് ചെയ്തിട്ട് അതാണ് നെഗേഷനിൽ നടക്കുന്നത്. അപ്പോൾ നെഗേഷൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ. നമുക്കൊരു നമ്പർ തന്നിട്ടുണ്ടായിരിക്കും. ആ നമ്പറിൻ്റെ 2's കോംപ്ലിമെൻറ്റിനെ കാണുന്നു. D എന്ന് പറയുന്നത് നമ്മുടെ ഡെസ്റ്റിനേഷനാണ്. 2's കോംപ്ലിമെൻറ്റ് ഓഫ് D കാണുക. കിട്ടുന്ന റിസൾട്ടിനെ ഡെസ്റ്റിനേഷനിലേക്ക് തന്നെ സേവ് ചെയ്ത് വയ്ക്കുന്നു. ഇങ്ങനെയാണ് നെഗേഷനിൽ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് അരിത്തമാറ്റിക് ഇൻസ്ട്രക്ഷനിൽ വരുന്നത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.